ിലേക്ക് പോയാൽ ഇന്നലെ നമ്മൾ മലപ്പുറം ഊർങ്ങാട്ടേരിയിലെ കാഴ്ച കണ്ടതാണ്. അവിടെ കിണറ്റിൽ ഒരു കാട്ടാന വീണിരുന്നു. വലിയ ശ്രമത്തിനൊടുവിൽ ഈ കാട്ടാനയെ പുറത്തേക്ക് കയറ്റി. അതിനുശേഷം കർഷകർ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം, നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. അവർ വനവകുപ്പുമായി ചർച്ച നടത്തി. മലപ്പുറം കളക്ടറേറ്റിലാണ് വനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തത്. തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും വനവകുപ്പ് തീരുമാനിച്ചു. ആനയെ കിണറ്റിൽ നിന്നും കയറ്റുവാൻ നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അവയെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ നടപടി. വനം വകുപ്പ് ഫണ്ടിൽ 7.5 കിലോമീറ്റർ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തും. പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും. കാട് കയറ്റിയ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 2 കുങ്കിയാനകൾ ഉപയോഗിച്ച് പട്രോളിംഗ് നടത്തും. അവിടെ വെച്ച പട്രോളിംഗ് ആണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു കുങ്കി പട്രോളിംഗ്, ഒരു കൺഫ്രണ്ടേഷൻ ലെവലാണ് കുങ്കി പട്രോളിംഗ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സജ്ജമായ മെഡിക്കൽ ടീമോട് കൂടി മയക്കുവെടി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാർ അടക്കം സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ കുങ്കിയാനയെ അവിടെ നിർത്തിയത്. കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ജനരോഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനവകുപ്പ് നടപടി. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷമാക്കാനും തീരുമാനിച്ചു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായൊരു ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. അത് ചെയ്തു തരാനുള്ള ഏറ്റവും എളുപ്പമായ, ഏറ്റവും വേഗതയാർന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. ആന വീണ കിണറിന്റെ ഉടമയായ കൂരംകല്ലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ കൈമാറി. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, നിലമ്പൂർ നോർത്ത് DFOP കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ, ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് അംഗം, കാർഷിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം.